ഹലോ ഫ്രണ്ട്സ്, ബാക്ക്ബോൺ സുഹൃത്തിന്റെ പുതിയൊരു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മാതേരാളിലെ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ നാസിക്കിലേക്ക് കല്യാണിൽ നിന്ന് ട്രെയിൻ പിടിച്ച് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോട്ടടിക്കുന്ന കമ്പത്തിൽ തന്നെ നല്ല കല്യാണിയിൽ നിന്ന് നമ്മളൊരു സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവിടെ നിന്നൊരു 3 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. സ്ലീപ്പർ ബുക്ക് ചെയ്യണതന്നെ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ മറ്റൊരു കമ്പയിൽ ഇങ്ങനെ ഒരു വിരല് തൂങ്ങി പിടിച്ച് വരേണ്ടി വരും. ഇവിടെ വന്ന് നമുക്കിനി ഇവിടെ നിന്ന് മറ്റേ ട്രംബകേശ്വർ അങ്ങോട്ടേക്ക് നമുക്ക് പോകണം. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. ഇപ്പം 11 മണി. നമുക്ക് ഇന്നൊരു 12 മണി 1 മണിക്കുള്ളിൽ അവിടെ എത്തിയ സ്റ്റേ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്റ്റേ ചീപ്പാന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റേ പിടിക്കുക, അവിടെ കിടക്കുക, ഉറങ്ങുക, രാവിലെ ഒരു 6 മണിക്ക് എണീക്കുക, 6:30 ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ബേസ് പോയിന്റിലേക്ക് ചെല്ലുക, നേരെ അവിടെ നിന്ന് ട്രക്ക് ചെയ്യുക. അത്രയും നേരത്തെങ്കിലും കയറിയാലാണ് വലിയ തിരക്കില്ലാണ്ട് നമുക്ക് ഹരിയർ ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ഡേ ടൈമിലാണ് വന്നിറങ്ങണമെന്നുണ്ടെങ്കിൽ ബസ് അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ടാക്സിയും കിട്ടും. ഷെയർ ടാക്സി എടുത്തു കഴിഞ്ഞാൽ 200 രൂപ ആ റേഞ്ചാണ് പറഞ്ഞത്. ബാക്കി എങ്ങനെയാന്ന് ഇനി ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഊബർ എടുത്ത് പോകേണ്ടി വരും. ഊബർ 7 പേരാണെന്നുണ്ടെങ്കിൽ 1500 രൂപ റേഞ്ചൊക്കെ കാണിക്കേണ്ടത്. പക്ഷെ രാത്രി ആയത് കാരണം ഒരുപാട് പൈസ കൂട്ടി പറയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ നാസിക് റെയിൽവേ സ്റ്റേഷൻ. ആഹാ, വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ വിചാരിച്ച വലിയ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചോണ്ടിരുന്നത്. അകത്താകെ 2-3 പ്ലാറ്റ്ഫോം അല്ലേ ഉള്ളൂ. കല്യാണം കണ്ടില്ലായിരുന്നു. അവിടെ തന്നെ 6 ഉണ്ടായിരുന്നല്ലോ. ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും മറ്റേ റൊട്ടി എന്തായാലും കഴിക്കട്ടെ. റൊട്ടിയും കൂട്ടി പനീറും കൂട്ടി അടിക്കട്ടെ. നമ്മളവിടുന്ന് ടാക്സി എടുത്തു കേട്ടോ. ടാക്സിക്ക് 1200 രൂപ പറഞ്ഞിട്ടുള്ളത്. 7 പേർക്ക് 171 രൂപ വെച്ചിട്ട് ഒരാൾക്ക് വരും. 200 രൂപ പറഞ്ഞു. ആദ്യം ഒരു പുള്ളി 150 രൂപ പറഞ്ഞായിരുന്നു. ആ പുള്ളി ഏതോ വഴി പോയി. ഇതുപോലെയായിട്ട് ഇരിക്കണത്. പക്ഷെ ട്രംബകേശ്വർ 1 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നോക്കാം. ഇന്ന് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മള് ഇറങ്ങിയേക്കോ രാവിലെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ 6:30 ഒരു ടാക്സി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ വരും. നമുക്ക് ഇന്നലെ റൂം കിട്ടിയായിരുന്നു. എന്റെ ആ വോയിസ് എനിക്ക് ഒന്നും ക്ലിയർ ആയിട്ടില്ല. നമുക്ക് റൂം കിട്ടിയത് ഒരാൾക്ക് 214 രൂപ വെച്ചിട്ട് കിട്ടിയത്. ഒരു 2 ഷെയറിംഗ് ആയിട്ടുള്ള ബെഡ്റൂം. കുഴപ്പമുണ്ടായിരുന്നില്ല. 214 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന്റെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രഷപ്പ് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാതേരാൻ പോയപ്പോൾ പോലും ഇല്ലാത്ത നല്ലൊരു അടിപൊളി തണുപ്പാട്ടോ ഇവിടെ ഫീൽ ചെയ്തത്. കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. ആരെയായിരിക്കും വെളി പോയിച്ച് കിടന്നു. നല്ല ക്ലിയർ ആയിട്ടുള്ള വെതർ ഉണ്ട്. മഴ പെയ്യണ അനുസരിച്ച് ഭയങ്കര ടാസ്ക് ആയിരിക്കും എന്നാണ് പറഞ്ഞാട്ടാണ്. അറിയാൻ പാടില്ല. എന്തായാലും നേരെ വണ്ടി വിളിക്കുക, പോവുക. ഇടിച്ചിടൊന്നും എനിക്കറിയാമല്ല. ടിക്കറ്റ് എടുത്തു ഈ ഒരു പോയിന്റ്. ഇവിടുന്ന് നേരെ പോട്ടെ. ഈ വണ്ടിയിൽ നമ്മൾ വന്നെത്തിയതിപ്പോ ഇനിയിപ്പോ ഇവിടുന്ന് നമ്മളൊരു 3 കിലോമീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. വന്നപ്പോ തന്നെ കാലം മഴ പെയ്തു. എന്താ ഐശ്വര്യം. ഒന്നും കാണാനല്ലടാ. നമ്മളിപ്പോ ബേസ് ക്യാമ്പിലാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോകണം. 3 ആണോ 2 ആണോ? അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ട്രക്ക് ചെയ്ത് തുടങ്ങാം. അങ്ങനെ നമ്മൾ മല കയറി തുടങ്ങുക. ഒരു പറ്റം റെയിൻകോട്ടുകൾ. ബേസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ബോർഡൊന്നുമില്ലല്ലോ. ഹരിയർ ഫോർട്ട് എന്നുള്ളത് മാത്രം.
കേരള അത്ര സുഖാവല്ലേ ഇറങ്ങണേന്ന് തോന്നണം കണ്ടിട്ട്. ഇറങ്ങണം നിനക്ക് ഇറങ്ങിപ്പോരായിരിക്കണം. ജസ്റ്റ് ഒരു 500 മീറ്റർ പോലും മുമ്പോട്ട് കയറിയില്ല. ഏറ്റവും അടുത്തു നിസ്സാരം ദൂരെ വന്നോളൂ. നാളെ കൈവരികൾ വന്നു തുടങ്ങി. അത്യാവശ്യം ഹൈറ്റും ആയിട്ടോ. എന്താ ഈ വീക്കെൻഡിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ പഠിച്ചിറങ്ങാൻ സമ്മതിക്കണം കേട്ടോ. അയ്യോ, ഇത്രയും ദിവസം എടുത്ത ഫിറ്റ്നസ് ട്രെയിനിങ് പോലും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ താഴെ കൊണ്ട് നിർത്തിയതിനെ പരിപാടി. അത്യാവശ്യം ഹൈറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെ ഫുള്ള് കോടം കൂടിയിട്ടുണ്ട്. മഴയും പെയ്യണ്ടപ്പം. തിരിച്ചിറങ്ങണ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ മൂഞ്ചി. റിസ്ക് ഉണ്ട് കേട്ടോ. മഴയില്ലാത്ത പക്ഷം വലിയ വള്ളിയില്ല. പക്ഷെ മഴ പെയ്യുന്തോറും നമുക്ക് സീനായിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ തിരക്ക് വന്നു കഴിഞ്ഞാലും വള്ളിയാണ്. കാരണം ഈ വഴി ഇതിൽ കൂടെ തന്നെ കയറും വേണം ഇറങ്ങും വേണമല്ലോ. വീണ്ടും മഴ പെയ്തു. കോട്ടിട്ട് കയറാൻ പറ്റില്ല. കോട്ടൊക്കെ ഒരു കളഞ്ഞു. നനഞ്ഞാ നനയട്ടെ. നോ സെൽഫീസ്. എന്താ കാണാൻ പോലും ഇല്ലടാ. ചത്ത കാലാവസ്ഥ വല്ലാത്തൊരനുഭവമായി പോയി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നടാ കൊച്ചെ? തളർന്നു മനസ്സ് കത്തി. എത്തി. ഇനി തിരിച്ചിറങ്ങണ്ടത്. വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടല്ലോ, ചൊറിയാൻ പോലും കഞ്ഞി പറഞ്ഞു. എന്റെ ദൈവമേ, ഇല്ലടാ ഇല്ലടാ, ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. ഐ ആം ഡെഡ്. ഇതാണ് ഏറ്റവും ഭയങ്കര സ്റ്റീക്ക് പോയിന്റ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൊക്ക കോട ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര റിസ്കാ. ചെറിയ റിസ്ക് അല്ലേ? ഒരു അനുഭവമായി പോട്ടത്. ഞാനാ കൊരങ്ങന്മാരുടെ ആ സ്റ്റെപ്പിന്റെ കാര്യം എത്തിയപ്പോ ഞാനും തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചു. കൊരങ്ങന്മാരില്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര റിസ്കാ. പക്ഷെ എന്താ വെച്ചാൽ ഭയങ്കര ഈ റഷ്യന്റെ അകത്ത് വന്നിട്ട് കണ്ടുപോണ പോലെ ഞാൻ നമ്പിച്ചു. റീൽസിൽ കാണുന്ന പോലെ ഒന്നും അല്ല. ഭയങ്കര പാടാ കയറി വരാനായിട്ട്. ഫുൾ കോട. ശുദ്ധ ജലമല്ലടാ അമലെ, കുളിക്കട നീ. അങ്ങോട്ടേക്കൊരു കുളം കൂടി ഉണ്ടല്ലോ, ഒരു കൊടി കൂടി ഉണ്ട്, ഇന്ത്യൻ പതാക കൂടി ഉണ്ടെന്ന് പറഞ്ഞു. മുകളിലെത്തി. ആയടാ അതെ മുകളിലെത്തി. അല്ല പിന്നെ സാധനം നമ്മൾ കണ്ടുപിടിച്ചില്ലേ, എത്തിയില്ലേ. ഇനി എങ്ങനെയാലും ഒന്ന് താഴെ എത്തണം. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ ജിമ്മി. മസനഗുഡി വഴി ഊട്ടി വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി വരുമോ ജിമ്മി ഒരു തവണ അങ്ങോട്ട്? എത്തി ജിമ്മി. കൊടി ഇവിടെ ഉണ്ട്.
അതിന്റെ മുകളിലേക്ക് കയറാനുള്ള ധൈര്യം എനിക്കില്ല. ഈ ഒരു കൊടി കാണാൻ വേണ്ടിട്ട് എന്തിനാടാ മുകളിൽ കയറേ? ഹിന്ദിക്കാരൊക്കെ മലയാളം പറഞ്ഞു കിട്ടെ. വ്ളോഗിന്റെ എൻഡ്. പിന്നെ ഞാൻ മുകളിലോട്ട് കയറിയില്ല, ഡ്രോപ്പ്. ഒരു 10 മീറ്റർ മാറി കഴിഞ്ഞാൽ അടുത്തുള്ള ആളെ കാണാൻ പറ്റാത്തത്ര കോടയായി. കോടമയം, കോട പറ്റി. പയ്യെ പോയാ തീടാ. ഉള്ളിലൊരു കോൺഫിഡൻസ് വന്നു. അയക്കാൻ നീ പറഞ്ഞല്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് പോകുമ്പോ ഞാനും പുറക്കാൻ നിന്റെ കൂടെ വന്നാലോ എന്ന് ആലോചിച്ചതാ. കറക്റ്റ് പാത്തിൽ വരുമ്പോ ഈ കുരങ്ങൻ നമ്മുടെ ഉണ്ടല്ലോ മേത്തേക്ക് വരും. പക്ഷെ ഞാൻ നമ്മൾ പോണ ശരിക്കുള്ള പാത്തിലായിരിക്കും ഈ പറഞ്ഞ കുരങ്ങൻ നിക്കണത്. ആ കുരങ്ങനാണ് നിക്കണ കാരണം നമ്മള് വഴി മാറി വേറെ ഇതിൽ കൂടെ പോകാൻ നോക്കുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. കാരണം നമ്മൾ അവിടെ സ്റ്റക്കാവും. ഈ കുരങ്ങൻ വേറൊന്നും ചെയ്യല്ലോ കേട്ടോ. പക്ഷെ നമ്മുടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുകളിലേക്ക് കയറ്റി വിടുന്നുണ്ട് കറക്റ്റായിട്ട്. ഇതിൽ ഭക്ഷണ സാധനങ്ങളായിട്ട് വരാണ്ടിരിക്കുക. ഇവിടെ മറ്റേ ഞങ്ങളുടെ കൂടെ വന്നൊരു ചേട്ടൻ്റെ പോക്കറ്റിലൊരു പ്രോട്ടീൻ ബാറാണ്. അത് വരെ ആ സാധനം കണ്ടുപിടിച്ചു. പോക്കറ്റ് ഞെക്കി നോക്കി അതില് പ്രോട്ടീൻ ബാറാണ്, ഫുഡാണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് തിരിച്ചത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പുള്ളി വന്നത്. അത്രയ്ക്കും റിസ്ക് ആയിരുന്നു. ഈ സാധനം നമ്മളെ ഫുള്ള് അരിച്ച് പറക്കിയിട്ട് വിടുള്ളൂ അവിടെ നിന്ന്. ഫുഡ് ഐറ്റംസ് ആയിട്ടും ബാഗുകളായിട്ടും വരാണ്ടിരിക്കുക. കോട്ട് വരെ ഇത് മറ്റേ ഈ പറഞ്ഞ പോലെ ഈ സൗണ്ട് കേൾക്കുമല്ലോ, ചിപ്സിന്റെ സൗണ്ട്. അത് കാരണം ഇത് നമ്മുടെ പുറകെ കൂടുമായിരുന്നു. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇത് തിരിച്ചിറങ്ങുമ്പോ അറിയാം എന്താ അവസ്ഥ. இந்த மாதிரி நேரத்தில் வீரங்கள் அடிக்கடி சொல்லுன வார்த்தை என்ன தெரியுமா? பார்த்துக்கலாம். സിമ്പിളടാ, നിസ്സാരം. ഞാൻ വീട്ടിൽ പോവാ. ഹാർഡസ്റ്റ് പാർട്ട് കവർ ചെയ്ത് ജീവനോടെ തഴുതി. ഞാനും എന്റെ ജീവനും വന്നു. ഇനിയുള്ള പാർട്ട് വലിയ പ്രശ്നമില്ല, എന്തെങ്കിലും ചെയ്യാം. എങ്ങനെ ഇറങ്ങിയാണല്ലോ ഇറങ്ങിപ്പോ. മലയാളികളായിരുന്നത് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരോട് കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഹിന്ദിക്കാരാണെങ്കിലും ചെയ്യൂട്ടോ. പക്ഷെ അവര് ഭയങ്കര റഷ്. അവർക്ക് വേഗം മുകളിലെത്താനുള്ള തിരക്കിൽ അവര് തെയ്യൊക്കെ വിളിച്ച് വേഗം ഓടി കയറി പോവാണ്. അപ്പൊ അതിന്റെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. വേറെ നോ മോർ ഇഷ്യൂസ് അല്ലേ ജിമ്മി? പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ശരിക്കും. എന്തൊക്കെയോ ചെയ്തിട്ട് ഇറങ്ങിയ പോലെ, എന്തൊക്കെയോ ഈ അച്ചീവ്മെന്റ് ചെയ്ത ഒരു ഫീൽ കിട്ടില്ലേ, ആ സാധനം കിട്ടി. താഴെ ഇറങ്ങി പാർക്കിങ്ങിലേക്കുള്ള വഴി തെറ്റി നമ്മൾ ഏതോ കാട് കയറി ഇപ്പൊ പൊക്കോണ്ടിരിക്കുക. കൊള്ളാട്ട സാധനം കൊള്ളാം സ്ഥലം. അങ്ങനെ ഹരിഹർ ഫോർട്ട് ട്രക്കിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവർ കുറച്ച് പേരുണ്ട്. അവരിപ്പോൾ ചായ പിടിച്ചോണ്ടിരിക്കുക. ചായ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം വയ്യ പിടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരു തവണ നമ്മളിത് ചെയ്യണം. ഹൈറ്റിനോടുള്ള പേടി എനിക്ക് ഭയങ്കരമായിരുന്നു കേട്ടോ. എനിക്കത് മുകളിൽ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി അടുത്തൊരു ട്രക്കിന് പോകാനുള്ളൊരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ കിട്ടി. ഒരു വലിയ ചെറിയ വീഡിയോ ആണ്, ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇൻഫോർമേറ്റീവായിട്ടുള്ള സാധനങ്ങൾ ഞാൻ മാക്സിമം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.